ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്ന് ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നത്. അതായത് വലിയ വ്ളോഗൊന്നുമില്ല, എപ്പോഴും ഞാൻ പറയുന്ന ആസ് യൂഷ്വൽ ആയിട്ടുള്ള കാര്യം തന്നെ, ചെറിയ വ്ളോഗാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് തുടങ്ങാമെന്നുള്ള രീതിയിൽ. ഇന്ന് രാവിലെ തന്നെ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. മഴ എന്ന് വെച്ചാൽ അത്ര വലിയൊരു മഴയൊന്നും ഇല്ല, എന്നാലും അത്യാവശ്യം പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു കുളിർമയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഒന്ന് ഇത് തന്നെ നിങ്ങൾ കണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടോ കേട്ടോ. എൻ്റെ ഈ വീടിൻ്റെ മുമ്പിലത്തെ ഈ ഒരു ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ ഒരു എനർജി ഡ്രിങ്കൊക്കെ ആയിട്ട് ഒരു കോഫിയൊക്കെ ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോഴാണ് ഞങ്ങൾ മീൻകാരൻ രാവിലെ നേരത്തെ തന്നെ വന്നു. അപ്പോൾ ഞാനൊരു മീനും വാങ്ങിച്ചു. ആ മീനെന്ന് പറയുന്നത് കോരയാണ്, നിങ്ങളുടെ സൈഡിലേക്ക് എന്താ പറയുക എനിക്കറിയില്ല. അപ്പോൾ മീനൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് റെഡിയാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മീനൊക്കെ ഒന്ന് റെഡിയാക്കി. അപ്പോൾ കറിയിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. ആ കറിയിൽ നിന്ന് വെച്ചാൽ രാവിലെ തന്നെ ഉണ്ടാക്കി വെക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നമുക്കൊരു വീട്ടിൽ പോകാനുണ്ട്. ഞാൻ പറഞ്ഞോ എനിക്കറിയില്ല കേട്ടോ. ഒരു മരണ വീടാണ്, അപ്പോൾ ഒന്ന് കാണാൻ പോകാണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നേരത്തെ മീൻകറിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചാൽ പിന്നെ പണി കഴിഞ്ഞല്ലോ. മീൻകറി എന്ന് പറയുന്നത് അത് ആസ് യൂഷ്വൽ എല്ലാവർക്കും അറിയുന്ന ഒരു തേങ്ങ അരച്ച മീൻകറിയാണ്. കോര എന്ന് പറയുന്ന മീൻ പെട്ടെന്ന് വെന്ത് കിട്ടുന്നൊരു മീനുമാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വെളിച്ചെണ്ണയും അതിൽ കുറച്ച് ഉലുവയും ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് തക്കാളിയും ഉള്ളിയൊക്കെ ഇട്ട് പുളീൻ്റെ വെള്ളമൊക്കെ ഒഴിച്ച് മഞ്ഞളും മുളകും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ലാസ്റ്റിലാണ് നമ്മൾ തേങ്ങ അരപ്പും കൂടി അതിലേക്ക് ഒഴിച്ചതിന് ശേഷമാണ് ഞാൻ മീൻ അതിലേക്ക് ഇടാറ് കേട്ടോ. എന്താ വെച്ചാൽ മീൻ അധികം നമുക്ക് തിളപ്പിക്കാൻ പറ്റില്ല. അപ്പം ജസ്റ്റ് ആ തേങ്ങ തിളയ്ക്കുന്നതിൻ്റെ ഒരു സമയത്താണ് നമ്മൾ ആ മീൻ തിളപ്പിച്ചെടുക്കേണ്ടത്. അപ്പോഴത്തേക്ക് അത് വെന്ത് കിട്ടും. അങ്ങനെ ഞാൻ സെറ്റ് ചെയ്തതാണ്. പിന്നെ ഇനി വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റിൽ ഫൈനലിലേക്ക് വേണമെങ്കിൽ ഒരു താളിപ്പിടുകയോ അല്ലെങ്കിൽ വറവിടുകയോ അല്ലെങ്കിൽ ഒരു വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. എന്താ വെച്ചാൽ ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. വെളിച്ചെണ്ണേൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് എന്തായാലും കിട്ടും ലാസ്റ്റിൽ. ഫൈനൽ നമുക്ക് വിത്ത് കറിവേപ്പില ഒക്കെ ഇട്ടിട്ട് അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. ആ മീൻ കറിക്കും ഉണ്ടാവും, കഴിക്കുന്നവർക്കും ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ മീൻകറീൻ്റെ റെസിപ്പി വലിയ റെസിപ്പിയൊന്നും അല്ലാത്തതുകൊണ്ട് ഞാനത് എലാബറേറ്റ് ചെയ്ത് പറയണമെന്ന് എനിക്ക് തോന്നിയില്ല. ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി, ഞാൻ പറയുന്നത് കേട്ടാലും മതിയല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പുറപ്പെടാൻ. അപ്പം ഞാനിത് കഴിഞ്ഞിട്ട് പുറപ്പെട്ടിട്ട് വേണം ഞങ്ങൾക്ക് ആ വീട്ടിലേക്ക് പോകാൻ. ആ വീടെന്ന് പറയുന്നത് കാപ്പാട് ബീച്ചിൻ്റെ കുറച്ച് അടുത്തായിട്ടാട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇനി തിരിച്ചു വരുമ്പോൾ കാപ്പാട് ബീച്ചിൻ്റെ ആ വഴിക്കൂടി ഒന്ന് വരാമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ അവിടെ കഴിഞ്ഞ വർഷം മഴയത്ത് റോഡ് പോയതാണ്. അപ്പോൾ ഞങ്ങൾ പൊൽക്കാവും കാപ്പാടായിട്ട് ജോയിൻ്റ് ഇല്ല ഇനി റോഡ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും തിരിച്ചു വരുമ്പോൾ നമുക്കൊന്ന് ആ വഴിയും കൂടി എടുക്കല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വിചാരിച്ചത് ഈ വ്ളോഗ് ഒന്ന് എടുക്കാമെന്നും വിചാരിച്ചത്. എന്താ വെച്ചാൽ കാപ്പാടിലേക്ക് പോകുന്ന ആ ഒരു ഇതുണ്ടല്ലോ, അതൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആട്ടെ. ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ആയിരുന്നു, ചെറുപയറിൻ്റെ കറിയായിരുന്നു. അപ്പം അത് പിന്നെ വലിയൊരു റെസിപ്പി ഞാൻ ഓൾറെഡി കാണിച്ചുകൊണ്ട് പിന്നെ എനിക്ക് കാണിക്കണമെന്ന് തോന്നിയില്ല. അപ്പം ഞാൻ റെഡിയാവാൻ പോവാണ്. അപ്പോൾ ഒക്കെ സെറ്റ്. അപ്പോൾ ഞാൻ റെഡിയായി. ഇനിയിപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങാനുള്ള ഇതിലാണ്. ഞാനങ്ങനെ റെഡിയാകുമ്പം വലിയ ക്രീംസോ കാര്യങ്ങളൊന്നും ഇടാറില്ല. ജസ്റ്റ് ഒരു സൺസ്ക്രീനും ഒരു പൗഡറൊക്കെ ഇട്ടിട്ട് മാത്രമേ ഉള്ളൂ. ഞാൻ അങ്ങനെ ക്രീം യൂസ് ചെയ്യാറില്ല. എനിക്ക് വലിയ താല്പര്യമില്ല ക്രീം യൂസ് ചെയ്യുന്നൊന്നും. എനിക്ക് അത്യാവശ്യം ഒരു ക്രീം എന്ന് പറഞ്ഞാൽ ഒറ്റ ക്രീം മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ. ഞാനത് മാത്രമേ യൂസ് ചെയ്യൂ. അതുകൊണ്ട് പുറത്തേക്ക് പോകുന്നതുകൊണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്തു. അപ്പം എല്ലാം റെഡി ആയിട്ട് ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. ഇത് ഞങ്ങളെ അണ്ടർപാസ്സാണ്. ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മുംബൈ അണ്ടർപാസ്. ഇതാണ് ഞങ്ങളെ പൊൽക്കാവ് ടൗൺ കേട്ടോ. ഇതേ ഉള്ളൂ ഞങ്ങളെ ടൗൺ. ഇപ്പോൾ ഫുൾ റോഡിന് വേണ്ടി പോയോണ്ട് ഞങ്ങൾക്ക് ടൗൺ ഇല്ല ഇപ്പോൾ.
അപ്പോൾ ഇതാണ് ഇതാണ് റെയിൽവേ ഗേറ്റ് ആണ്. അത് കടന്നു കഴിഞ്ഞിട്ടാണ് കാപ്പാട് ബീച്ചിലേക്കുള്ള റൂട്ടും. ഇവിടെയാണ് ഞങ്ങൾ അമ്പലം ഉള്ളത്. അതായത് പൊയിൽക്കാവ് ഭഗവതി ക്ഷേത്രം എന്ന് പറയും. ഫേമസ് ആണ്. ഇവിടുത്തെ ഉത്സവമൊക്കെ ഭയങ്കര ഫേമസ്. വെടിക്കെട്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള. ഞങ്ങൾ അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇതാണ് കാപ്പാട് ബീച്ച്. ഇതാണ് എക്സാക്റ്റ് കാപ്പാട് ബീച്ച്. ഇവിടേക്കാണ് എല്ലാവരും വരാറ്. ഇവിടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട്, റിനൈ റിസോർട്ട് ഉണ്ട്. അപ്പോൾ ഇവിടേക്കാണ് എല്ലാവരും വരാറ്. പക്ഷേ ഈ ഒരു ബീച്ചില്ലേ, ശരിക്കും ടൂറിസം നന്നായിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ല അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ചെറിയ ചെറിയ ഷോപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ ഇവിടെ ഒന്നും ചെയ്യാറില്ല. എല്ലാം ഇത് കഴിഞ്ഞ വർഷത്തെ മഴയ്ക്ക് പോയ റോഡാണ്. ഇപ്പോഴും കണ്ടില്ല അത് കിടക്കുന്ന കിടപ്പ്. സങ്കടം തോന്നും കേട്ടോ. ഇങ്ങനെ നല്ല ടൂറിസം ഇവിടെയൊക്കെ നന്നായി കൊണ്ടുവരികയാണെങ്കിലേ നന്നായിട്ട് പോവും ഇവിടെ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാം നമുക്ക് പറയാനല്ലേ പറ്റുള്ളൂ. ഗവൺമെൻറ് ചെയ്യണ്ടേ. അതുകൊണ്ട് സഹിക്കന്നെ. അടിപൊളിയില്ലേ കാണാൻ? നല്ല രസമല്ലേ സ്ഥലങ്ങൾ കാണാൻ? നല്ല ഭംഗി. റൂട്ട് കാപ്പാട്ടു. ഇതിപ്പോൾ ഇതാണ് ജോയിൻ ചെയ്യുന്നത് പൊയിൽക്കാവിലേക്കുള്ള റോഡ്. ഇത് പൊയിൽക്കാവിലേക്ക് ജോയിൻ ചെയ്യുന്ന റോഡാണ്. ഞങ്ങൾക്ക് എന്ത് സുഖമെന്നറിയോ, പൊയിൽക്കാവിൽ നിന്ന് നേരെ കാപ്പാടേക്ക് വരാനുള്ള ഒറ്റ റോഡ്. സുഖമായിട്ട് വരാം. നല്ല അടിപൊളി റോഡുമാണ്, വീതിയും ഉണ്ട്. പക്ഷെ ഇതൊക്കെ നന്നാക്കി ഗവൺമെൻറ് ചെയ്താൽ ഇതൊക്കെ നല്ല രീതിയിൽ പോകും. കഷ്ടം, അത്രേ ഉള്ളൂ പറയാൻ. ഇതാണ് പൊയിൽക്കാവെന്ന് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങളെ കാവാണ് കേട്ടോ. പടിഞ്ഞാറേ കാവ്. അത് ഞാൻ കാണിച്ചത് ഭഗവതി ക്ഷേത്രമാണ്. അതിൻ്റെ ബാക്കിലാണ് ഈ കാവ് വരുന്നത്. നല്ല ഇഷ്ടക്കണ. എനിക്ക് തോന്നുന്നു ഇവിടെ വെച്ചിട്ട് 2-3 ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു. സ്വന്തം ജാനകിക്കുട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഷൂട്ടിംഗ്, MT വാസുദേവൻ നായരെ ഒക്കെ ഷൂട്ടിംഗ് ഇവിടെ വെച്ചിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെ വീട്ടിലെത്തിയിട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ബീൻസ് എടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉപ്പേരിക്ക് എന്താ അവിടെയൊക്കെ പറയാമെന്ന് എനിക്കറിയില്ല. ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ എൻ്റെ സെറ്റായാലും ഫുഡ്, അതായത് ഉച്ചക്കത്തെ ലഞ്ച്, ചോറ്, മീൻകറി, അച്ചാറ്, പപ്പടം, പിന്നെ ഈ ബീൻസിൻ്റെ ഉപ്പേരിയും, പിന്നെ പുളിയിഞ്ചി. അപ്പം സെറ്റ്. ഇത് ഞങ്ങളുടെ ബാക്കിലത്തെ സൈഡാണ്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ടവർ ഉണ്ട് കേട്ടോ, ജിയോ ടവർ. ഞങ്ങൾക്ക് എല്ലാവരും പറയുന്ന കേട്ടോ, അത് തമാശ. അപ്പോൾ ഞാൻ വാഷിംഗ് ഇട്ടിട്ടായിരുന്നു പോയിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് തോരിയിടാനും ആറിയിടാനും ഒക്കെ നോക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ലഞ്ച്. അപ്പോൾ അതിനുള്ള അപ്പോൾ എൻ്റെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ കൂടുതലൊന്നും എനിക്ക് വ്ളോഗ്സ് എടുക്കാനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ രാത്രിത്തെയുള്ള കപ്പയും മീൻകറിയും ആക്കി, അതും റെഡിയാക്കി സെറ്റ് ചെയ്തു. ഇനിയിപ്പം എൻ്റെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം കാണാം. അടുത്ത വ്ളോഗായിട്ട് ഞാൻ വരുന്നുണ്ട്. നല്ല നല്ല വ്ളോഗായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ബൈ ബൈ, ടേക്ക് കെയർ. എല്ലാവരോടും കൂടി എൻ്റെ വ്ളോഗൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.